അങ്ങനെ അതിലേക്ക് പോകുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫി എടുക്കാം, അവിടെ കുഞ്ഞു കുഞ്ഞു ടീ സ്റ്റാൾ പോലെയൊക്കെ ഉണ്ട്, കണ്ടതേ. ഇതേപോലെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ എടുത്ത ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം കേട്ടോ. എക്സ്ട്രാ ഉണ്ട്. ഇത് കൂടാതെ ഈ സ്നോ റൈഡിങ് നമ്മൾ പോയ സമയത്ത് ആ ഭാഗത്തില്ലായിരുന്നു. അതൊക്കെ ഈ ജനുവരി മുതൽ മാർച്ച് വരെയൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. കണ്ട ഇതേപോലത്തെ ആക്ടിവിറ്റീസ് മേളിൽ നിന്ന് രസമാണ്. ഇതൊരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകണം. താഴെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ അതായത് മണാലിയിൽ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാം. അപ്പൊ ഈ ഡ്രൈവർ നമ്മൾ ഇതൊക്കെ കൊണ്ട് കാണിക്കും, കാരണം അവർക്ക് കമ്മീഷൻ കിട്ടുമായിരിക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പൊ കണ്ടോ, നല്ല രസമാണ്. ഇത് എത്ര വേണമെങ്കിലും കുറെ സമയമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഐസ് സ്കീയിങ് ചെയ്യാം. ഐസ് സ്കീ വന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അത്ര ഇതൊന്നുമില്ല. കണ്ട നമ്മൾ ചായ കുടിച്ചിട്ട് ഇരിക്കുന്നതല്ലേ, ഈ ഒരു സമയത്തില്ല നല്ല ചൂട് ചായ, ചൂട് കോഫി കിട്ടിക്കഴിഞ്ഞാലേ അടിപൊളിയായിരുന്നു. നമ്മളെല്ലാരും കൂടി ആ കമ്പനി അടിച്ച്. പക്ഷെ അതിൽ ഗുണം എന്താ, ഇവര് 4 പേരും ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കുറെ എക്സ്പെൻസ് സെറ്റിൽ ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ട്. കാരണം ഇതൊക്കെ ശരിക്കും നല്ല നട്ടുച്ച സമയം കേട്ടോ. ഇപ്പൊ ഈ ഒരു സമയത്ത് വന്നിട്ട് വെയിലുണ്ട് നന്നായിട്ട്, പക്ഷെ ഒട്ടും ചൂടില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ ആ ജാക്കറ്റൊക്കെ ഒന്ന് ഊരി, പക്ഷെ നമ്മൾ ഐസിലേക്ക് പോകുമ്പോൾ ജാക്കറ്റ് ഇട്ട് തന്നെ കൊണ്ടുവരും. ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാം നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥയോട് ചോദിച്ചല്ലോ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര പ്രശ്നം വരും ബോഡിക്കൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഗ്ലാസ് കമ്പൽസറി, കൂളിംഗ് ഗ്ലാസ്. എസ്പെഷ്യലി ഒരു ഗ്രീനിഷ് ടൈപ്പ് ഗ്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല, യാവനി ടെക്നാനില്ലേ. അതേപോലെ ഗ്രീനിഷ് ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ റിഫ്ലക്ഷൻ വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വരരുത്. എനിക്ക് കണ്ണൊക്കെ ഭയങ്കര ഇതായി പോകും. ഈവൻ വേനെടുക്കുന്നില്ല, സൈറ്റിന് പ്രശ്നം വരും, ഐസൈറ്റിന് വരെ പ്രശ്നം വരും. കാരണം ഈ സൂര്യപ്രകാശം നേരെ വന്ന് അടിച്ച് നേരെ കണ്ണിലേക്കല്ലേ പോകുന്നത്. ആ ഭയങ്കര നീ നമ്മൾ വാർക്കമേളൊക്കെ വെള്ള പെയിന്റ് അടിച്ച് നോക്കുമ്പോൾ കണ്ടല്ലേ, കണ്ണ് നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. നോക്കി നോക്കുക. അപ്പൊ ഈ ഐസിന്റെ അവിടെ നോക്കിക്കാൻ നല്ല വെട്ടത്ത് വരുമ്പോഴത്തേക്കും നമ്മളെ കണ്ണ് കടിച്ചു പോകും. അതുകൊണ്ടാണ് മിക്കവാറും സ്കീയിങ് ചെയ്യുന്നവർക്ക് നീ സിനിമയിലൊക്കെ കണ്ടില്ലേ, എല്ലാവരും ഗ്ലാസ് ചെയ്ത് പച്ച ഗ്ലാസ് ഒക്കെ വെച്ച് പോരുന്ന വഴിക്കൊക്കെ ഇതൊക്കെ തരൂ കേട്ടോ. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെച്ച് കിട്ടും. അതിനൊക്കെ വിൽപ്പനയൊക്കെ ഉണ്ട്. നമ്മുടെ അങ്കിത് ഭായ് അവിടെ കണ്ട സ്കീയിങ് ഒക്കെ ചെയ്യിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി, ഇവരാണ് ഫസ്റ്റ് സ്കീയിങ് തുടങ്ങുന്നത്. നമ്മൾ ചെയ്യുന്നുണ്ട് പുറകിലേക്ക് വന്നിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും കൊടുക്കണാലും മിസ് ചെയ്യാ അല്ലെ, പോണം തോന്നല്ലേ, നാളെ പോകും. കണ്ടത് പിടിച്ച് കയറ്റുക. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇവര് ആ ഷൂസ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ടൈറ്റായിട്ട് കെട്ടില്ല. കാരണം അത് ടൈറ്റായിട്ട് കെട്ടണം എന്നുള്ളതാണ്. പക്ഷെ നന്നായിട്ട് സ്കീയിങ് അറിയുന്നവർക്ക് മാത്രമേ അത് കെട്ടിയാൽ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ കാലൊക്കെ ഫ്രാക്ചർ ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ശരിയാണത്. ഇപ്പോൾ ലൂസായിട്ട് ഇട്ടിട്ടാണ് കയറ്റുന്നത്. കാരണം ഇതൊക്കെ ചെറിയ ഏരിയയിലേ ഉള്ളൂ. ഇതാ കയറ്റത്തുനിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് സ്കീയിങ് ചെയ്തിങ്ങ് വരും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ കമ്പിയുടെ തന്നെ ഒരു കുത്തി അങ്ങനെ കയറാം. കണ്ട ആ മഞ്ഞൾ കുത്തി ഇറങ്ങാൻ പാകത്തെ. അതെ, ആ പിടിച്ചു നിർത്തിയിട്ട് നിൽക്കണില്ല. ഇതൊക്കെ ട്രെയിനേഴ്സ് ആട്ടോ. അവിടെ കുറെ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്.